our channel, Mommy's Magic Recipe. Today I want to share batoora. Hi, assalamualaikum. Welcome back. ഇന്നത്തെ റെസിപ്പി ബട്ടൂരയാണ് കേട്ടോ. അപ്പോൾ ഉമേഷിൻ്റെ വീഡിയോക്ക് കടക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് മൂവ് ഇൻടു വീഡിയോ. അപ്പോൾ അതിന് നമുക്ക് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഇപ്പോൾ ഒരു വലിയ പാത്രത്തിൽ, അതായത് 1 കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ കേട്ടോ. പിന്നെ പാല്, അതിപ്പോൾ ഒരു 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇതിപ്പം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നമ്മളൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കേണ്ട കേട്ടോ. കാരണം എല്ലാതും ഒരേ ഭാഗത്തായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങളത് മറന്നു. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കാം. അതിപ്പം 2 ടേബിൾ സ്പൂണ് നേരിയ ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്തിട്ട് അതൊരു 10 മിനിറ്റ് പൊങ്ങി വരാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് മാവ് പോലെ ആക്കുക കേട്ടോ. ഇത് വേറെ വെള്ളമൊന്നും ചേർക്കുന്ന ആവശ്യമില്ല, കാരണം തൈരും പാലും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അഥവാ വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ ഒരു നേരിയ ചൂടുള്ള വെള്ളം, ഒരല്പം വെള്ളം മതി കേട്ടോ. 2-3 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് ചപ്പാത്തി കുഴക്കുന്ന പോലെ അധികം കുഴച്ചെടുക്കുന്ന ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഒരു ടൈറ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. പിന്നെ ഒരു 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തന്നെ അതൊന്ന് ലൂസായി കിട്ടും. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. കാരണം ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അത് പൂരിയുടെ പോലെ എണ്ണ പിടിക്കുകയൊന്നുമില്ല. നമ്മൾ മുക്കി പൊരിക്കുകയാണെങ്കിൽ പോലും ഒട്ടും എണ്ണ പിടിക്കാതെ ബട്ടൂര വരും കേട്ടോ. അത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പം 3 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെയ്നറിൽ വേണം ഇത് അടിച്ച് വെക്കാൻ. ഇപ്പം റൈസ് കുക്കറിലോ അങ്ങനെ എന്തെങ്കിലും എയർ ടൈറ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. ഇനി അല്പം എണ്ണ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഇതുപോലത്തെ വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നിങ്ങൾക്കൊന്ന് പരത്തിയെടുക്കാം. അതിൻ്റെ തിക്നെസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അധികം നേരിയ പോലെ ആവാനും പാടില്ല, നല്ല കട്ടി ആവാനും പാടില്ല. അതിൻ്റെ ഒരു മീഡിയം ഇതിൽ നമ്മൾ പരത്താൻ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആകൃതി ഏതെങ്കിലും വട്ടത്തിലോ അല്ലെങ്കിൽ ട്രയാങ്കിൾ പോലെയൊക്കെ ആക്കിയിട്ട് നിങ്ങളിത് പൊരിച്ചെടുക്കുക കേട്ടോ. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഓരോ ബട്ടൂര ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് വേണം, നന്നായിട്ട് മുക്കി പൊരിക്കാനുള്ള എണ്ണ വേണം കേട്ടോ. പക്ഷെ ഒട്ടും ബട്ടൂരയിലേക്ക് എണ്ണ പിടിക്കില്ല. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം ഇടേണ്ടത്. ഹൈ ഫ്ലെയിം, മീഡിയം അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബട്ടൂര നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. പക്ഷേ അറിയുന്നവർക്ക് തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പൂരിയുടെ ഒക്കെ പോലെ ആയി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിലേക്ക് മുട്ട ചേർക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ ചപ്പാത്തി പോലെയൊന്നും അധികം കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ടൈറ്റ് പോലെ ആക്കിയാൽ മതി. പിന്നീട് നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ബട്ടൂര നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പരുവം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഉമ്മച്ചിൻ്റെ ബട്ടൂര എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ? അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്. മാസലാമ.